വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നാൽ യാത്ര തുടങ്ങാം. നാളികേരത്തിൻ്റെ പുറന്തോടിനുള്ളിൽ കാണപ്പെടുന്ന ചകിരി വെള്ളത്തിലോ യന്ത്രത്തിലോ ഇട്ട് പാകപ്പെടുത്തിയതിനു ശേഷം കൈകൊണ്ടോ യന്ത്രസഹായത്താലോ പിരിച്ചുണ്ടാക്കുന്നതാണ് കയർ. ഇന്ത്യയിൽ കയർ വ്യവസായത്തിന് പ്രസിദ്ധമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിൽ തന്നെ ആലപ്പുഴയാണ് കയറിൻ്റെയും കയർ അനുബന്ധ വസ്തുക്കളുടെയും നിർമ്മാണത്തിന് മുന്നിട്ട് നിൽക്കുന്ന ജില്ല. സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലെ കലവൂരിൽ സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴയിലെ വയലാറാണ് കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത്. 1953 കേരള കയർ ബോർഡ് സ്ഥാപിതമായത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഭൂപ്രദേശ സൂചന അംഗീകാരം ലഭിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ഉൽപ്പന്നമാണ് ആലപ്പുഴ കയർ. 2007 ആലപ്പുഴ കയറിന് ഈ പദവി ലഭിച്ചത്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഭൂപ്രദേശ സൂചന അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യ ഉൽപ്പന്നം ആറന്മുള കണ്ണാടിയായിരുന്നു. ആയിരത്തി 1859 അമേരിക്കക്കാരനായ ജെയിംസ് ഡാറയും വ്യാപാരിയായിരുന്ന ഹെൻറി സ്മൈലും ചേർന്നാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത്. ഡാറാസ് മെയിൽ എന്നായിരുന്നു ഇതിൻ്റെ നാമം. കേരളത്തിലെ വളരെ പുരാതനമായ ഒരു തൊഴിലാണ് കയർ നിർമ്മാണം. ഇറ്റാലിയൻ സഞ്ചാരി മാർക്കോപോളോ ഇന്ത്യയിലെ കയർ ഉപയോഗിച്ച് അറബികൾ കപ്പലുകളുടെ പലകകൾ കൂട്ടിക്കെട്ടിയിരുന്നതായി 13-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്ത് മാസമെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം ചീഞ്ഞു വരുന്ന തൊണ്ടുകൾ കൈകൊണ്ടോ യന്ത്രസഹായത്താലോ തല്ലി ചകിരിച്ചോറിൽ നിന്ന് ചകിരി വേർപെടുത്തിയെടുക്കുന്നതാണ് പാരമ്പര്യ രീതി. ഇന്ന് പാരമ്പര്യ രീതിയിലല്ലാതെ യന്ത്രസഹായത്താലും ചകിരിയെ വേർപെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. 45 ദിവസം കൂടുമ്പോൾ മൂപ്പെത്തുന്ന തേങ്ങയുടെ പുറം തോടിലാണ് ചകിരി നാരുകൾ അടങ്ങിയിട്ടുള്ളത്. മൂപ്പെത്തിയ ചകിരിനാരിൽ ലിഗ്നിൻ എന്ന പ്രത്യേക പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ചകിരികളിലെ കാഠിന്യത്തിന് കാരണം ഈ പദാർത്ഥമാണ്. ലോകത്തിൽ ലഭിക്കുന്നതിൽ കൂടുതൽ കനം കൂടിയതും രോധശേഷി കൂടിയതുമായ പ്രകൃതിദത്ത നാരുകളാണ് ചകിരി. ചകിരിച്ചോർ വളമായും
കൂണുകൾ വളർത്താനും ഉപയോഗിക്കാറുണ്ട്. ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും കയർ നിർമ്മാണം വ്യാപകമാണ്. ചകിരി പലവിധ നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. പരവതാനികൾ, ചവിട്ടികൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. ശബ്ദ നിയന്ത്രണത്തിനായി തിയേറ്ററുകളിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലും പൊതുവേദികളിലും ചകിരി ഉപയോഗിക്കുന്നു. കൂടാതെ ഇരിപ്പിടങ്ങൾ, കട്ടിൽ, കിടക്ക, സോഫ, പെയിന്റിംഗ് ബ്രഷുകൾ, മറ്റു തരത്തിലുള്ള ബ്രഷുകൾ, മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള ഭൂവസ്ത്രം തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും ചകിരി ഉപയോഗിക്കുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ധാരാളമായി ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കരപിള്ളയാണ് കയർ എന്ന നോവലിൻ്റെ കർത്താവ്. 4 തലമുറകളെക്കുറിച്ച് നോവലിൽ പരാമർശമുണ്ട്. മലയാളത്തിലെ വലിയ നോവലുകളിൽ ഒന്നുകൂടിയാണ് തകഴിയുടെ കയർ.